ഉത്തരേത് ആത്മാനാത്മാനം ന ആത്മാനം അവസാനം. I should not degrade myself. And who is my best friend? ആത്മനോ ആത്മൈവ ബന്ധു. എന്റെ ഏറ്റവും നല്ല ബന്ധു ഞാൻ തന്നെയാണ്. എന്റെ ഏറ്റവും വേഴ്സ്റ്റ് എനിമി അതും ഞാൻ തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ചില കുട്ടികളിൽ ആ ഒരു ചെറുപ്പത്തിലെ നമുക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചാലല്ലോ അവര് മറ്റൊരാളെ നോക്കി ജലസാവേണ്ട കാര്യമില്ല. കുട്ടികളെ എളുപ്പമല്ല ഇത്. കാരണം നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സമയത്ത് ആ കുട്ടികൾക്കുണ്ടല്ലോ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു കോംപ്ലക്സുകൾ ടീച്ചേഴ്സ് കുത്തിവരിക്കുകയാണ്. ഹി ഈസ് വെരി ഇന്റലിജന്റ്, യു ആർ നോട്ട് ഇന്റലിജന്റ്, യു ആർ ഇഡിയറ്റ്, യു ആർ. അപ്പൊ കുട്ടിക്ക് കോംപ്ലക്സ്. കാരണം എന്നെക്കാളും പഠിക്കുന്ന കുട്ടിയാണ് ഏറ്റവും IQ കൂടുതൽ, എനിക്ക് അത്ര IQ ഇല്ല. ഈ IQ ഒന്നും പോയി നിങ്ങൾ കളക്കരുതല്ലോ. IQ ഒന്നും ഒരു ആളുടെ ബുദ്ധിയൊന്നും ഈ പുസ്തകം പഠിക്കുന്നതിൽ വെറും ബൈഹാർട്ട് പഠിക്കുന്നതിലാണ് എന്ന് നിങ്ങൾ കരുതരുത്. IQ എന്നതുകൊണ്ട് ഞാൻ പറയില്ലേ നേരത്തെ ബുദ്ധി, സാ ബുദ്ധി, കാര്യ പ്രവൃത്തി നിവൃത്തി ഉണ്ടോ, ബന്ധം മോക്ഷം, ഇതിനൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവനവന്റെ കോംപ്ലക്സിൽ നിന്നും അവനവൻ ഉയരാൻ സാധിക്കണം. ആ ഉയരാൻ സാധിക്കണമെങ്കിൽ അതിന് നമുക്ക് ആദ്യം മനസ്സിലാവണം, എന്നെ ഒരു വളരെ ലോ ലെവലിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവരല്ല. മറ്റുള്ളവരെ ഞാൻ നന്നല്ല എന്ന് പറഞ്ഞാലും മറ്റുള്ളവരെ എന്നെ യു ആർ നോട്ട് വിത്ത് നോ IQ, യു ഡോണ്ട് ഹാവ് ദാറ്റ് IQ, അല്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ദാറ്റ് സെൻസ് എന്നൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയാലും ഞാൻ ഒരിക്കലും എന്നെ ഡീഗ്രേഡ് ചെയ്യും. മറ്റുള്ളവരുടെ അഭിപ്രായം എടുത്ത് ജീവിക്കരുത്. ഡോണ്ട് ലീവ് ഇൻ അതേഴ്സ് ഒപ്പീനിയൻ. അതൊരു വലിയ റിക്വസ്റ്റാണ്. നമ്മൾ പരിശീലിക്കണം. ഈ ഗീത പഠിക്കുന്ന ആദ്യം നമ്മൾ കൊണ്ടു നടക്കണം. ഐ ഷുഡ് നോട്ട് ലീവ് ഓൺ അതേഴ്സ് ഒപ്പീനിയൻ. അവർ പറയുന്നത് ശരിയായിരിക്കാം, കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള ചില കുറവുകൾ ഉണ്ടായിരിക്കാം. അതെനിക്കൊരു ഗൈഡൻസ് ആയിരിക്കും. മറ്റൊരാൾ എന്നെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അതെനിക്കൊരു ഗൈഡൻസ് ആണ്. എന്താണ്, ഞാൻ ചില ഗുണങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നുണ്ട്, ആ ഗുണത്തിൽ നിന്നും ഞാൻ ഇനി ഉയരണം. ആ രണ്ട് കാര്യങ്ങൾ നോക്കുമ്പോൾ ലെറ്റ് മീ അണ്ടർസ്റ്റാൻഡ് വൈ ഐ ആം ലൈക്ക് ദിസ്. സോ ഐ ഹാവ് മൈ ഓൺ created the gunas and these gunas I have to transcend. ഇത് ഞാൻ ചെയ്തിരിക്കണം. ആ തരത്തിലുള്ള ഒരു അറിവ് കുട്ടികളിലേക്ക് എത്തിക്കണം. പറയൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ ആ കുട്ടി 10ാം ക്ലാസ്സിൽ നോക്കൂ, ഇത് സ്കൂൾ ലെവലിലേക്കൊക്കെ കൊണ്ടുവരാൻ സാധിച്ചാലല്ലോ 10ലേക്ക് എത്തുമ്പോഴേക്കും കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു കാര്യം മനസ്സിലാവും, ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ആരോടും കമ്പയർ ചെയ്യാനോ ആരോടും കോമ്പീറ്റ് ചെയ്യാനോ ആരോടും ജലസ് കാണിക്കാനോ അല്ല, ആരുടെ മുന്നിലും ഈഗോ കാണിക്കാനല്ല. ഞാൻ എൻ്റെ കഴിവിനെ എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പോൾ ഒരു 5 വാക്കുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. മനുഷ്യന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ജീവിതത്തിന്റെ ഫിലോസഫി നമുക്കുണ്ടല്ലോ. ഈ ഗീത പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെ വാക്കാണ് ത്യാഗം, റെനൗൺസിയേഷൻ. അപ്പൊ നമ്മൾ 18ാമത്തെ അധ്യായത്തിൽ ഈ റെനൗൺസിയേഷൻ, അതായത് മോക്ഷ സന്യാസം, സന്യാസം എന്നുള്ള വാക്കിന്റെ അർത്ഥം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ത്യാഗം ചെയ്യേണ്ടത്? വാട്ട് ഐ ഷുഡ് റെനൗൺഷിയേറ്റ്. ഇപ്പൊ രാവിലെ എണീറ്റ് ഞാൻ ആദ്യം ത്യാഗം ചെയ്യേണ്ടത് എൻ്റെ ലതാർച്ചയാണ്. അപ്പൊ എനിക്കെന്ത് വേണം? ധൃതി. ആദ്യം അവിടെ അത് കൊണ്ടുവരണം. ഏത്? കോൺഫിഡൻസ്. ഞാൻ രാവിലെ നേരത്തെ എണീക്കണം. അപ്പൊ ഞാൻ എൻ്റെ ലതാർച്ചയെ വിട്ടു. മനസ്സിലാവുണ്ടല്ലോ. ഇതുപോലെ ഞാൻ വീണ്ടും എൻ്റെ പ്രവൃത്തികളിൽ അപ്പോഴും റിനൗൺസിയേഷൻ. ഒരു കർമ്മം ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഡിസ്റ്റർബ്ഡ് ആവണ്ട. അതുപോലെ ഈഗോ കാണിക്കണം. ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്തു? ഡ്രോപ്പ് ചെയ്തു. ഇതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ പെർട്ടേബ്ഡ് ആവേണ്ട ആവശ്യമില്ല, ഞാൻ ഡിസ്റ്റർബ്ഡ് ആവേണ്ട ആവശ്യമില്ല, ഞാൻ ഒരിക്കലും മെന്റലി ഡൗൺ ആവേണ്ട കാര്യമില്ല, ഒരു ഫിയറിലേക്ക് പോകേണ്ട കാര്യമില്ല. ആ ഫിയറിനെയും ഡ്രോപ്പ് ചെയ്ത് ഞാൻ അതിനെ ഫേസ് ചെയ്ത്, അങ്ങനെ ഓരോ സന്ദർഭത്തിലും നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ടതിനെ ഡ്രോപ്പ് ചെയ്ത്, അതുപോലെ നമുക്ക് ഫെയിലിയർ ആണ്, ആ ഫെയിലിയറിന്റെ ഒരു നെഗറ്റീവ് ഇമോഷനെ ഡ്രോപ്പ് ചെയ്ത്, ആ സന്തോഷം വരുമ്പോൾ നമ്മൾ അതിനെ ഷെയർ ചെയ്യാനുള്ള, അപ്പൊ നമ്മൾ ഡ്രോപ്പ് ചെയ്യേണ്ട മെന്റൽ ഫീലിങ്സിനെ എപ്പോഴും റിനൗൺസിയേഷൻ, ത്യാഗം എന്ന് വിളിക്കുക. ഉള്ളിൽ ഇന്റേണലി ഞാൻ ത്യാഗം ചെയ്യേണ്ട കാര്യം, ഇതാണ് യഥാർത്ഥ സന്യാസം. അതിന് വേഷവുമായിട്ട് യാതൊരു ബന്ധമില്ല. രണ്ടാമത്തത് ത്യാഗം എന്നത് കഴിഞ്ഞാൽ യോഗം. നമ്മൾ എപ്പോഴും ത്യാഗം, ഒരു റിലാക്സേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഡെയിലി ഡെവലപ്പ് ചെയ്യണം.
രാവിലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ പേരാണ് എന്ത്? കോൺസെൻട്രേഷൻ ആൻഡ് റിലാക്സേഷൻ, യോഗം. ത്യാഗമായി യോഗമായി. മൂന്നാമത്തതാണ് ഭോഗം. ഭോഗം എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള ഭോഗമല്ലത്. നിങ്ങൾ രാമായണത്തിലൊക്കെ വായിക്കുന്ന ഒരു ഭോഗമുണ്ട്. ഭോഗത്തിനെ കൊണ്ട് കാക്ഷിക്കുകയും വേണ്ട, ഭോഗം വിധീകൃതം വർജിക്കുകയും വേണ്ട. അപ്പൊ അവിടെ ഭോഗം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് അർത്ഥത്തിലല്ല, അതൊരു ഇന്റലിജൻസ് എന്നുള്ള അർത്ഥത്തിലാണ്, സെൻഷ്യൽ പ്ലഷർ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഭോഗം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കർമ്മങ്ങളെ എൻജോയ് ചെയ്യുക, എല്ലാം ആസ്വദിച്ച് ചെയ്യുക, എന്തും നമ്മൾ കാരണം അപ്പൊ നമ്മൾ വിചാരിക്കും പറയണം, ഹിയർ ആൻഡ് നൗ ഈസ് ലൈഫ്, മൈ ലൈഫ് ഈസ് ഹിയർ ആൻഡ് നൗ. ഇതിന്റെ നെക്സ്റ്റ് മൊമെന്റ് നമുക്ക് അറിയില്ല. ഇപ്പോൾ ഞാൻ 101% ഹാപ്പിയാണ്, ഈ മൊമെന്റിലാണ് എനിക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോ മൊമെന്റിനെയും നമ്മൾ വളരെ എൻജോയ് ചെയ്ത് ആ ജീവിതം ആസ്വദിച്ചു കൊണ്ടുപോയാൽ നമുക്ക് ജീവിതത്തിൽ ഓരോ മിനിറ്റുകളും എൻജോയ്മെന്റ് മാത്രമേ. അതല്ല ഇപ്പോൾ ഞാൻ ഡിസ്റ്റർബ്ഡായി, അടുത്ത മൊമെന്റിനെ ഞാൻ എൻജോയ് ചെയ്യാൻ പോയാൽ അടുത്ത മൊമെന്റിലും എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാകും. മനസ്സിലാവുണ്ടോ? അപ്പൊ എന്റെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് എന്റെ രാജസികമായിരിക്കും, വല്ല സെൻഷ്യൽ പ്ലഷറിനെ ഒരു എക്സൈറ്റ്മെന്റിൽ കിട്ടുന്ന ഒരു സുഖം മാത്രമേ. ഓരോ നിമിഷത്തെയും നമ്മൾ എൻജോയ് ചെയ്യുന്നതിന്റെ പേരാണ് ഭോഗം. അപ്പം എന്തൊക്കെ? ത്യാഗം, യോഗം, ഭോഗം. നാലാമത്തതാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നമുക്ക് കിട്ടുന്ന സന്തോഷത്തെ നമ്മൾ പങ്കുവയ്ക്കുക. അതിന്റെ പേരാണ് സേവനം. അപ്പൊ അതായിരിക്കണം നമ്മുടെ ഈ സന്തോഷത്തെ എനിക്ക് മാത്രമല്ല, ഈ സുഖത്തെ മറ്റുള്ളവരിലേക്ക്. അപ്പൊ മറ്റുള്ളവരിലേക്ക് ആ സന്തോഷം കൊടുക്കണമെങ്കിൽ അതെങ്ങനെ എനിക്ക് പറ്റുള്ളൂ? ഞാൻ എന്തെങ്കിലും എന്നാൽ പറ്റുന്ന സേവനങ്ങൾ, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട്, മറ്റുള്ളവരെ, അതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയുന്നത്. ഈ ഗീതയൊക്കെ പഠിച്ച് നിങ്ങൾ ഈ മനസ്സിലാക്കിയതിനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കൂടെ അതിലൂടെ കിട്ടുന്നൊരു, ഇന്നലെ പറഞ്ഞില്ലേ എനിക്കുണ്ടായ മാറ്റങ്ങളെന്ന് ഓരോരുത്തരും, ആ എവല്യൂഷൻ, അതിൽ നിങ്ങൾക്കും സന്തോഷമാണ്, അവർക്കും സന്തോഷം. ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു മാറ്റം, മനസ്സിലായില്ലേ? അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എനിക്കൊക്കെ ഈ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന സന്തോഷമാണ്. ഈ ഭാഗവതമൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിലൂടെ കുറെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മാറ്റത്തിലല്ല നമ്മളത് പറയുന്നതിൽ സന്തോഷം, ആ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷം. മനസ്സിലായില്ലേ? അപ്പൊ അവർക്കുണ്ടാവുന്ന വലിയൊരു ഫീലിംഗ്. ഞാൻ ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് സത്താന്ന് പറഞ്ഞിരുന്നു. എനിക്കറിയില്ല ആരൊക്കെ മുന്നിൽ വന്നിട്ട് കുറെ VIP-കളൊക്കെ. അത് തിരുവനന്തപുരം ആകുമ്പോൾ അത് സെക്രട്ടേറിയറ്റിന് എടുത്താകുമ്പോൾ കുറെ സെക്രട്ടറിമാരും അവരിവരൊക്കെ വന്നിരിക്കും. ഒരു ലേഡി 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സ്വാമി നമസ്കരിക്കുന്നത് ഞാൻ വലിയൊരു പ്രശ്നമായി മനസ്സിൽ നടത്തിയിരുന്നു, എനിക്കതൊരു ഉത്തരം കിട്ടിയതിന് അവർക്ക് വലിയ സന്തോഷം. അപ്പൊ അവരൊരു വലിയ കമ്പനിയിൽ MD-ക്കാണ് എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ പേര് പറയാൻ പാടില്ല, കാരണം റെക്കോർഡിങ് നടക്കുന്നുണ്ട്. പിന്നെ അത് അവരുടെ പേര് പറയുമ്പോൾ അവർക്കൊരു വിഷമം വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അവർക്കൊരു സന്തോഷം, അവരെ മാനസിക. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഇതിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കും പറയുന്ന ഒരു സന്തോഷം, അവർക്കത് കേട്ട് അവരുടെ ജീവിതത്തിൽ ഒരു ഉത്തരം കണ്ടെത്തുന്ന സന്തോഷം. ഇങ്ങനെ നമ്മൾ പരസ്പരം ഭാവയുന്നു ആ ഒരു സുഖത്തിന്റെ പേരാണ് സേവനം. അപ്പൊ സേവനം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ അങ്ങോട്ട് ചെയ്തിട്ട് അങ്ങോട്ട് തീർക്കലല്ല, അങ്ങനെ സേവനം ചെയ്യാം. അപ്പൊ വീട്ടില് ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഞാനത് ചെയ്തു, ബാക്കി നീ ചെയ്താൽ മതി. അതൊരു റെസ്പോൺസിബിലിറ്റി ചെയ്ത് തീർക്കുന്ന പോലെ ബഹളം വെച്ച് ചെയ്യുന്നത് സേവനം എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ സേവനം എന്ന് പറയുന്നത് ഒരു ആക്ഷൻ എന്ന്, ഫിസിക്കൽ ആക്ഷൻ മാത്രമല്ല, അതിലെ ആക്ഷൻ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി അതിൽ ആറ്റിറ്റ്യൂഡ് വളരെ ഹൈയാണ്. മറ്റൊരാൾക്ക് എന്നെ കൊണ്ടൊരു സന്തോഷം ഉണ്ടാവണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡില് അങ്ങനെ സേവനം ചെയ്യും. അവസാനത്തതാണ് സമചിത്തത. എന്താണ്? ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നല്ലത് ചെയ്താലൊന്നും ചിലർ അപ്രീഷിയേറ്റ് ചെയ്യില്ല, നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് വരും. പിന്നെ നമ്മൾ ആത്മാർത്ഥത കാണിക്കുന്നതോറും നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കും, വിഷമിക്കും, പ്രയാസപ്പെടുത്തും. അതൊക്കെ നമ്മൾ അനുഭവിക്കാൻ തയ്യാറാണ്. പക്ഷെ അതിലൊന്നും ഏത് വിടരുത്, അത് നമ്മൾ വിട്ടുപോകരുത്. നമ്മുടെ സമചിത്തത നമ്മൾ ഒരിക്കലും കൈവിട്ടു. അപ്പൊ നമ്മൾ ആ സമചിത്തത മനസ്സിൽ കൊണ്ട് നടന്ന് ഇങ്ങനെ മനസ്സിനെ ആർക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നു? എനിക്ക് തോന്നുന്നു ഒരുവിധം ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കും.
ഏതൊക്കെയാണ് ഈ വാക്കുകൾ? ത്യാഗം. ആ ത്യാഗം എന്നുള്ള വാക്കൊക്കെ നിങ്ങൾ ശരിക്കും ഇപ്പം മനസ്സിലാക്കി വരുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ വാക്കുകളൊന്നും മുന്നേ ഉപയോഗിക്കാത്തത്. നൗ യു നോ വാട്ട് ഈസ് ദ റിയൽ മീനിങ് ഓഫ് ത്യാഗം. അല്ലെങ്കിൽ നിങ്ങൾ ത്യാഗം എന്ന് പറഞ്ഞാൽ രാവിലെ ത്യാഗം വിട്ടു തുടങ്ങി ആ തരത്തിൽ നെഗറ്റീവായിട്ട് എടുക്കരുത്. ഇവിടെ ത്യാഗം എന്ന് പറഞ്ഞാൽ ഒന്നും എക്സ്റ്റേണൽ അല്ല, എല്ലാം ആദ്യം ഇന്റേണൽ. ഇതൊക്കെ മനസ്സിലാക്കണം. ത്യാഗം, യോഗം, ഭോഗം, സേവനം, സമയം. വളരെ ഒരു നല്ലൊരു ജീവിതാവില്ലേ? പറയൂ. ഗീത തരുന്ന ഈ ഒരു മാനേജ്മെന്റ് നമുക്കൊരു ജീവിച്ചു എന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് നമുക്കുണ്ട്. ആ ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ ത്യാഗവും യോഗവും അതിന്റെ ഫൗണ്ടേഷനാണ്. നമ്മൾ ആ റിനൻസിയേഷനും അതുപോലെ തന്നെ പ്രാക്ടീസും ഇതില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആരെ മാറ്റാൻ പറ്റില്ല. ഇവിടെ ഓൾറെഡി സ്ക്രിപ്റ്റ് ഉള്ളിൽ പെട്ടുപോയി. ഏത് സ്ക്രിപ്റ്റ്? ഏതാ ഉള്ളിൽ കിടക്കുന്നത്? ഏതാ ഉള്ളിൽ കിടക്കുന്ന സ്ക്രിപ്റ്റ്? തമോ ഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും ജന്മജന്മങ്ങളുടെ വാസന. അപ്പൊ നമ്മൾ ആദ്യം രണ്ട് കാര്യങ്ങൾ ചെയ്താലും ഒരു പ്രശ്നമുള്ളത് കുറച്ച് ദിവസം ഒരു ആവേശം വരും, പിന്നെ നമുക്ക് തോന്നും നമ്മൾ പ്രോഗ്രസ് ചെയ്യും. അതുകൊണ്ടാണ് പലരും ഉണ്ടല്ലോ ആദ്യം ആർട്ട് ഓഫ് ലിവിങ്ങിന് പോകും, പിന്നെ അവർ ആർട്ട് ഓഫ് ഡൈയിങ് തന്നെ പ്രാക്ടീസ് ചെയ്യും. കാരണം കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും അവർ കൺസിസ്റ്റന്റിലേക്ക് കൊണ്ട് നടക്കുന്നവർ വളരെ കുറവായിരിക്കും. ആദ്യമൊക്കെ വലിക്കും, പിന്നെ അവർക്ക് മനസ്സിലാവും ഒരു വലി നടക്കില്ല. കാരണം രാത്രിയൊക്കെ ലേറ്റായി കിടന്ന് രാവിലെ 5 മണിക്ക് എണീറ്റ് എന്ത് വലിക്കാൻ, ഇങ്ങനെ 2 വലി. ആകെ അവർക്ക് അറിയുന്ന ഒരേ ഒരു ആസനം ശവാസനം. അവസാനം അതിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്ന. കാരണം ഇത് കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ ഉള്ളിലുള്ള ഈ 2 ടീമുകൾ സമ്മതിക്കില്ല. അർജുനൻ 3-ാം അധ്യായത്തിൽ ചോദിക്കുന്നത് അധക്കേന പ്രയുക്തോയം ഭാവം ചരതി പൂരുഷ അനിശ്ചന്നഭിവാഷ്ണേയ ഫലാധിപ നിയോജിത. 3:36. ഹേ കൃഷ്ണ, എനിക്ക് പാപം ചെയ്യണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ someone forcing me to do that. ആരാണ് എന്നെ എങ്ങനെ തെറ്റ് ചെയ്യാൻ? അപ്പൊ നമുക്കൊക്കെ രാവിലെ എണീക്കണം എന്ന് ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ അവിടെ? ആരെങ്കിലും ഉള്ളു രാവിലെ എണീക്കരുതെന്ന് ചിന്തിച്ച്? പക്ഷെ എന്നാലും ഒരു 4-4:30 കലാം വെച്ച് എണീറ്റാലും ഉള്ളിൽ നിന്ന് പറയുന്നു പ്ലീസ് 5 minutes, പ്ലീസ് 5 minutes. നമുക്ക് ആർക്കാണ് അറിയാത്തത് ഈ ലേസും കൊന്തമൊക്കെ കഴിച്ചാൽ അസുഖം വരില്ല, അല്ലെങ്കിൽ നല്ലല്ല. പക്ഷെ 2 എണ്ണം കഴിച്ചാൽ 3-ാമത് പ്ലീസ്. മനസ്സ് നമ്മളോട് വീണ്ടും വീണ്ടും അതെല്ലാം റിപ്പീറ്റ് ചെയ്യാൻ വിടാത്ത നിങ്ങൾ ഇല്ലേ? നമ്മളോട് പറയില്ല? പറയോ ഇല്ലയോ? പറയും. ഈ തരത്തിൽ മനസ്സ് നമ്മളെ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ അർജുൻ ചോദിക്കണം ആരാണ് അങ്ങനെ മനസ്സിനെ ഫോഴ്സ് ചെയ്യുന്നത്? കൃഷ്ണൻ പറഞ്ഞു പുറത്തുള്ളവരല്ല. ആരാണത്? കാമയേഷ ക്രോധേഷ രജോ ഗുണ സമുദ്ഭവ മഹാശനോ മഹാത്മാ വിദ്യേന മികവൈരിനം. There are 2 friends. ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് കൊണ്ട് നടക്കുന്നത് ആരൊക്കെയാണ്? കാമം. ഉള്ളിലുള്ള കാമം. അതായത് കാമം എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ ലഥാർജിയോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ്, നമ്മുടെ ആ ഒരു ഫിസിക്കൽ ലഥാർജി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്ലഷറിനോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ സെൻഷ്യൽ പ്ലഷേഴ്സിനോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റിന്റെ പേരാണ്, അതിന്റെ ഒരു ആസക്തിയുടെ പേരാണ്, അഗ്രീഡിന്റെ പേരാണ് എന്ത്? കാമം. ആ കാമവും പിന്നെ അത് കഴിഞ്ഞാൽ ക്രോധവും. നമ്മൾ തന്നെ നമ്മളോട് ചെയ്തു ഞാൻ ഇന്നലെയൊക്കെ നേരത്തെ എണീറ്റു, ഇന്ന് എണീറ്റില്ല. അത് നമ്മൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കും. ആഫ്റ്റർ ഈറ്റിംഗ് സോ മച്ച് യു വിൽ കർസ് യുവർസെൽഫ്. എല്ലാവരും സദ്യ കഴിഞ്ഞാൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഉത്തര കഴിക്കേണ്ടിയിരുന്നു. എന്നാലും അല്ല, ആരൊക്കെ കുറ്റം പറയും? അവർ നിർബന്ധിച്ചുകൊണ്ടാണ്. ആര് ഭരിക്കാൻ പറഞ്ഞു? ആര് നിർബന്ധിച്ചതുകൊണ്ടും അല്ല നമ്മൾ കഴിക്കുന്നത്. ആര് പറഞ്ഞുകൊണ്ടാണ്? നിർബന്ധിക്കാൻ അവർ നിർബന്ധിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പോയ വീട്ടിൽ 3 പായസം, ഒരു 10-20 ഐറ്റം, ഇതൊക്കെ കൂടി വിളമ്പിയ മിക്കവാറും വൈകുന്നേരം ഞാൻ ഇവിടെ വരില്ല. എനിക്ക് ഉറപ്പാണ് ഞാൻ വരില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഇത്രയും ഞാൻ കഴിക്കില്ല, ഇത്ര കഴിക്കില്ല, ഞാൻ ഇത്രയും കഴിക്കുള്ളൂ. അല്ല സ്വാമി, കുറച്ചുകൂടി നിങ്ങളുടെ കുഴപ്പം നിങ്ങൾക്കില്ലല്ലോ. നത്തിങ് വിൽ ഹാപ്പൻ. നിങ്ങൾക്ക് സംഭവിക്കില്ല, എനിക്ക് സംഭവിക്കും. ഈ വിളമ്പുന്നവരവരെ എന്താ പറയുക?
കുഴപ്പമൊന്നുമില്ല, ഇത് കഴിച്ചിട്ട് ഇവര് ആർക്കും ബുദ്ധിമുട്ടില്ല, അവരുടെ കാര്യം അവർ പറയണത്. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നിട്ട് നമ്മളെ പിന്നെ ഞാൻ ശബ്ദിച്ചിട്ട് കാര്യമല്ലോ, എന്നാൽ ആ പാൽപ്പായസം പുറത്തു കുറയ്ക്കുന്നു, എന്നാൽ ആ ശർക്കര ഇതാണ് ചക്ക വരട്ടി, എന്നിട്ട് ഗ്യാസ്, അതെല്ലാം കൂടെ ആര് പറഞ്ഞു അടിച്ചു കയറ്റാൻ. എന്നിട്ട് പിന്നെ ഞാൻ ഇത്ര അടിച്ചു ഇത്ര കഴിച്ചു അതിന്റെ കുഴപ്പം എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ആരുണ്ടാക്കി വെച്ച വേല? മിണ്ടാത്തത് നിങ്ങൾ. ആരുണ്ടാക്കി വെച്ചു? കണ്ടമാന ഐസ്ക്രീം എടുത്ത് കഴിച്ചിട്ട് തൊണ്ട പോയി. ആര് പറഞ്ഞു അടിച്ചു കയറ്റാൻ? ഇല്ല, ഡോക്ടർ പറഞ്ഞു ചുടുവെള്ളം കഴിച്ചാൽ മതി എന്ന്. എന്നിട്ട് ചുടുവെള്ളം കഴിക്കുന്നില്ല, മറന്നുപോയി. എന്നിട്ട് രാവിലെ ഒന്നും പറഞ്ഞിരിക്കും. ഇതൊക്കെ ആര് പറയുന്നു? ഇത് കഴിക്കണ്ടെന്നല്ല, നമുക്ക് വേണ്ടടുത്ത് അവിടെ ബ്രേക്ക് ചെയ്യാനുള്ളൊരു കഴിവില്ലാതെ പോയാൽ നമ്മൾ അതിനെ കുറ്റം പറയും. അപ്പോ ഈ സാധനങ്ങളൊക്കെ നമുക്ക് തുടങ്ങിയാലും അത് കൺസിസ്റ്റന്റ് ആയി കൊണ്ട് നടക്കണമെങ്കിൽ അതിന് ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഇവിടെ അങ്ങോട്ട് കൃഷ്ണൻ ഇനി അതിലേക്ക് നമ്മളെ കൊണ്ടുപോകും. Why some people are able to consistently practice? Why some people are not able to practice? കാരണം വീണ്ടും കൃഷ്ണൻ നമ്മളെ എവിടെ നിന്ന് നമ്മൾ തുടങ്ങണം എന്നുള്ളതും ഇവിടെ പറഞ്ഞു. ഈ ടോപ്പിക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കണേ. കാരണം ഈ വിഷയം ഇന്ത്യയുടെ ഡെസ്റ്റിനി തന്നെ മാറ്റിയ വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം വളരെ നെഗറ്റീവായിട്ട് ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്ത ശ്ലോകത്തിലേക്കാണ് നമ്മൾ ഓൾറെഡി കൃഷ്ണൻ 4th ചാപ്റ്ററിൽ ഈ വിഷയം ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് കൃഷ്ണൻ ഈ ടോപ്പിക് അവതരിപ്പിക്കും. എന്തൊക്കെയാണ്? ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപം കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈ. അപ്പൊ ഇവിടെ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര 4 കാസ്റ്റുകളെല്ലാം പറയണമെന്ന് നോക്കണം. നോക്കൂ, ടോപ്പിക് എന്താ വരുന്നത്? എങ്ങനെ ഒരാളെ ഗുണത്തിൽ നിന്നും ഉയർത്തി സാത്വിക ഗുണത്തിലേക്ക് എത്തിക്കാം. ഇത് വിടരുത് നിങ്ങൾ. ഇവിടെ കൃഷ്ണൻ ഒരിക്കലും പെട്ടെന്ന് ഇവിടുന്ന് മാറി ജാതി വ്യവസ്ഥയെ കുറിച്ച് പറയുകയല്ല. കൃഷ്ണൻ ആ ടോപ്പിക് കണ്ടിന്യൂ ചെയ്യാൻ മനസ്സിലാവുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് റോങ്ങിൽ ഇന്റർപ്രറ്റ് ചെയ്യും. ഇവിടെ കൃഷ്ണൻ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ എന്ന് പറയുന്നത് ഈ ഗുണങ്ങളുടെ, അതായത് 3 ഗുണങ്ങളുടെ സ്വാധീനം ഓരോരുത്തരിലും ഉണ്ടാകുമ്പോൾ അവരേത് ലെവലിലാണ് അവരുടെ എക്സിസ്റ്റൻസ്, ആ വ്യക്തികൾ എങ്ങനെയാണ് അടുത്ത ലെവലിലേക്ക് പോവേണ്ടത്. നോക്കൂ, എല്ലാവർക്കും സാത്വികരാവാൻ സാധിക്കുമെങ്കിൽ ആരും ഒരു ഗുണത്തിലും ലോസ്റ്റ് അല്ല, അവർക്ക് അടുത്ത ലെവലിലേക്ക് ഉയരാൻ പറ്റും. അതുകൊണ്ട് ആരെയും ഇവിടെ ക്ലാസിഫൈ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആരെയും ഭഗവാൻ കൃഷ്ണൻ ഇവൻ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ കൃഷ്ണൻ ക്ലാസിഫൈ ചെയ്യുന്നില്ല. ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രൻ എന്നത് ഒരു ശ്ലോകം കൂടി ഞാൻ ആദ്യമേ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. 4th ചാപ്റ്ററിൽ 11th ശ്ലോകത്തിൽ ഓൾറെഡി കൃഷ്ണൻ പറഞ്ഞു. അവിടെ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് ഗുണകർമ്മം എന്നൊരു വാക്ക് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ജന്മം എന്ന് അവിടെയും പറഞ്ഞില്ല. ഈ ടോപ്പിക്ക് നേരത്തെ തന്നെ കൃഷ്ണൻ പറഞ്ഞുകൊണ്ട് ഇവിടെ അതിന്റെ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. അവിടെയും പറഞ്ഞത് ഗുണത്താലാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർ. എന്നിട്ട് എന്താ പറഞ്ഞറിയോ? ഇതെല്ലാം സസ്യകർത്താരും, ഞാനാണ് ഇതിനെ സൃഷ്ടിച്ചത്. അതായത് എന്നിൽ നിന്നാണ് ഇത് വന്നെങ്കിലും ഞാൻ അകർത്താരം, ഞാനല്ല അതിനെ നിലനിർത്തുന്നത്. അകർത്താരം എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നത്. അതായത് ഇതെല്ലാം ഒരു പ്യുവർ എനർജിയിൽ നിന്നാണ് വന്നതെങ്കിലും, ഒരു പ്യുവർ കോൺഷ്യസ്നെസ്സിലാണ് വന്നെങ്കിലും ഇത് മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ ആ മാനിഫെസ്റ്റേഷന്റെ കണ്ടിന്യൂസ് എവല്യൂഷന്റെ ഭാഗമായി ചിലവരിൽ തമോ ഗുണം ഡോമിനേറ്റ് ചെയ്തു, ചിലവരിൽ രജോ ഗുണം ഡോമിനേറ്റ് ചെയ്തു, ചിലവര് സാത്വികരായി. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ പ്യുവർ എനർജി അല്ലാന്നല്ല, നമ്മൾ ഈ ഒരു കണ്ടാമിനേറ്റഡ് എനർജിയുടെ ഉള്ളിൽ പെട്ടുപോയി. അപ്പൊ നോക്കൂ, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇപ്പൊ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം ലേക്കുകളിലോ അല്ലെങ്കിൽ പുഴകളിലെ വെള്ളമാണ്. അത് കണ്ടാമിനേറ്റഡ് ആണ്. ആ കണ്ടാമിനേറ്റഡ് വെള്ളത്തെയാണ് ഇവർ പ്യൂരിഫൈ ചെയ്ത് ക്ലോറിനൈസ് ചെയ്തോ മറ്റോ നമുക്ക് കുടിക്കാനായിട്ട് തരുന്നത്. അപ്പൊ ആ വെള്ളം നിങ്ങൾ പുഴയുള്ള സാധനം തന്നെയാണ് കുടിക്കുന്നെങ്കിലും അതിൽ ചില പ്യൂരിഫിക്കേഷൻ പ്രോസസ് ചെയ്തിട്ടാണ് അവർ തരുന്നത്. ആണോ?
എന്നതുപോലെ കൃഷ്ണൻ പറയുന്നു, അർജുന, നമുക്കും നമ്മുടെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യാം. ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ നീ അറിയണം, നീ എവല്യൂഷന്റെ ഏത് തലത്തിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങണം നിന്റെ സാധന. ഏത് തരത്തിലുള്ള സാധന വേണം? ഇവിടെ നമുക്കാണ് ബ്രാഹ്മണ, ക്ഷത്രിയ, വിശാം, ശൂദ്ര. ആരാ ബ്രാഹ്മണൻ എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ഷത്രിയൻ, വിശാം എന്ന് പറഞ്ഞാൽ വൈശ്യൻ, ശൂദ്രൻ, ഇവരൊക്കെ സ്വഭാവ പ്രഭവൈ, ഇവരുടെയൊക്കെ സ്വഭാവങ്ങള് ഗുണൈ, ഏതിൽ നിന്നുണ്ടായതാണ്? ഗുണങ്ങളിൽ നിന്നും അർജുന ഉണ്ടായതാണ്. അങ്ങനെയാണ് ഇവരുടെയൊക്കെ കർമാണി പ്രതിബദ്ധാനി, ഓരോരുത്തരുടെയും കർമ്മങ്ങൾ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാണ്. ഓരോരുത്തരും വ്യത്യസ്തമായി പെരുമാറുന്നതിന് കാരണം വിഭക്താനി കർമാണി. വിഭക്തം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവൃത്തികൾ. അത് അവരുടെ സംസാരമായിരിക്കാം, അവരുടെ ആറ്റിറ്റ്യൂഡായിരിക്കാം, അവരുടെ ആക്ഷൻ ആയിരിക്കാം, അവരുടെ നോളജ് ആയിരിക്കാം, അവരുടെ ജീവിത ശൈലികളായിരിക്കാം, whatever it may be. അതെല്ലാം സ്വാധീനിച്ചിരിക്കുന്നത് ഏതാണ്? ഗുണൈ. ഏതിൽ നിന്നാണ്? ഗുണങ്ങൾ. ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനമാണ്. അങ്ങനെയാണ് അവരുടെ സ്വഭാവം, കർമ്മങ്ങൾ പ്രതിബദ്ധാനി, സ്വഭാവവും കർമ്മങ്ങളൊക്കെ വ്യത്യസ്തമായി തീരുന്നത്. ഇനി ഇവിടുന്ന് കൃഷ്ണൻ ആദ്യം ബ്രാഹ്മണനാരാണെന്ന് അറിയിക്കുക. അപ്പൊ ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ ബ്രാഹ്മണനെ അല്ല കൃഷ്ണൻ അവതരിപ്പിക്കുന്നത്. നോക്കാം നമുക്ക് ആരാണ്. ശമോ ദമ തപശൗചം ശാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ബ്രഹ്മ കർമ്മ സ്വഭാവം. ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ കർമ്മം, അവരുടെ കർമ്മം, അവരുടെ സ്വഭാവങ്ങളൊക്കെ ഏതിനടിസ്ഥാനിച്ചിരിക്കുന്നു? ഈ സാത്വികമായ ഗുണങ്ങളെ ആസ്പദമാക്കിയിരിക്കുന്നു. അതായത് ബ്രാഹ്മണന്റെ ഉള്ളിലുള്ള ഗുണം വളരെ സാത്വികമായ ഗുണമാണ്. അതെങ്ങനെയൊക്കെയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്? ശമോ, അവരിൽ നാച്ചുറലായി എന്തുണ്ട്? ശമം. ശമം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ശമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ത്യാഗം. അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് അവർക്ക് അവരുടെ ജീവിതത്തെ ഡിസിപ്ലിൻ ആക്കാനുള്ളൊരു കഴിവുണ്ട്. അനാവശ്യമായി ഒരുപാട് ലെഥാർജിക് ആവാൻ അവരവരെ അനുവദിക്കില്ല. അപ്പം മൈൻഡിനെ അനാവശ്യമായ ഒരു ചിന്തയിൽ നിന്നും കൺട്രോൾ ചെയ്യുന്നതിന്റെ പേരാണ് ശമം എന്നുള്ളത്. ദമം. ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയും അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അതായത് ഏതിൽ ഇൻവോൾവ് ചെയ്യണം, ഏതിൽ ഇൻവോൾവ് ചെയ്യണ്ട, ഏതിൽ സംസാരിക്കണം, ഏത് സംസാരിക്കണം, എത്ര സംസാരിക്കണം. അതായത് ഒരു കൺട്രോൾ വിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് ഒരിക്കലും അവരുടെ സംസാരങ്ങൾ പോവില്ല. അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ളൂ. തപ, അവരുടെ ജീവിതത്തിൽ അവരുടെ ഓറിയന്റേഷൻ എപ്പോഴും തപസ്സായിരിക്കും. അതേപോലെ തന്നെ ശൗചം, മനസ്സിനും ശരീരത്തിനും ശുചിത്വമുള്ള. ശുചിത്വം എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നിനോടും അമിതമായി ഒട്ടലില്ലാത്ത ശുചിത്വമുള്ളവരായി. ശൗചം. ശാന്തി. ശാന്തി എന്ന് പറഞ്ഞാൽ ശാന്തി, മനസ്സിന്റെ സമചിത്തമായൊരവസ്ഥ. എപ്പോഴും ഒരു ബാലൻസ്ഡ് മൈൻഡ് കൊണ്ടു നടക്കാനുള്ള, എല്ലാറ്റിലും ഒരു എന്താ പറയുക, ടൂ മച്ച് അവര് എക്സൈറ്റഡും അല്ല, ടൂ മച്ച് അവർ വറീഡും അല്ല. ഒരു കാം മൈൻഡ്, ഒരു റിലാക്സ്ഡ് മൈൻഡ് കൊണ്ടു നടക്കാനുള്ള. എന്നാൽ ആർജവമേവ, ഏത് കർമ്മത്തിലും പ്രവൃത്തിയിലും വളരെ ആർജവത്തോടെ ചെയ്യാൻ, ഓജസ്സോടെ ചെയ്യാനുള്ള കഴിവ്. ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യത്തിൽ അവര് വളരെയധികം ജ്ഞാനമുള്ളവരാണ്. അതുപോലെ തന്നെ കുറിച്ചുള്ള അറിവ്, അതിന്റെ പേരാണ് വിജ്ഞാനം. ഭൗതികമായ അറിവുമുണ്ട്, തന്നെ കുറിച്ചുള്ള, അതെന്താണ് താൻ, എങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ, അതായത് ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ. മെറ്റീരിയൽ അവനവൻ ചെയ്യുന്ന കർമ്മമേഖലയെ കുറിച്ചും അറിയാം, എന്നാൽ അവനവനെ ബാലൻസ് ചെയ്യുന്ന കാര്യവും അറിയുന്ന ആസ്തിക്യം. ആസ്തിക്യ ബുദ്ധി എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസ് ഉള്ള, അതായത് തന്നിൽ തന്നെ ഒരു റെസ്പെക്ട് ഉള്ള,
ആസ്തിക് എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസം എന്നൊക്കെയാണ് ബേസിക്കലി. നാസ്തിക നാസ്തി എന്നൊക്കെ കേട്ടില്ലേ? പക്ഷെ ഇവിടെ ഈശ്വര വിശ്വാസം എന്നൊരു വാക്കല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുന്നത് സെൽഫ് റെസ്പെക്ട് ഉള്ള, സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിത്വത്തിന്റെ പേരാണ് ബ്രാഹ്മണൻ. ഈ ക്വാളിറ്റികളിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ അവരിൽ സാത്വിക ഗുണം, ബ്രാഹ്മണ ഗുണം വളരെ കൂടുതലാണ്. ഏതൊക്കെയാണ്? ശമം, ദമം, ധമം, തപസ്, ശൗചം, ശാന്തി, ആർജവം, ജ്ഞാനം, വിജ്ഞാനം, ആസ്തി. എത്ര ക്വാളിറ്റീസ് ആണ് നോക്കൂ. ഈ ക്വാളിറ്റീസ് ഉള്ള ഒരാളെയാണ് എന്ത് പറയുക? ബ്രാഹ്മണൻ. അപ്പൊ അവരിൽ എന്ത് ഉണ്ടായിരിക്കണം? ഏത് ഗുണം ഉണ്ടായിരിക്കണം? അപ്പൊ നമ്മൾ കേൾക്കുന്ന നമുക്ക് ആളുകളൊക്കെ ഈ തെറ്റായി മനസ്സിലാക്കുകയാണ്. കാരണം ഇതൊക്കെ ഒരു കാലഘട്ടം കൊണ്ട് സമൂഹത്തിലുണ്ടായതാണ്. ഏത് ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുലത്തിൽ, സത്യത്തിൽ ഈ കുലം എന്നൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. ഈ കാര്യമുണ്ടല്ലോ ശരിക്കും പഠിക്കേണ്ടതാണ്. നമുക്ക് ഈ ചാതുർവർണ്ണ്യം എന്നത് ഇന്നത്തെ ഒരു സൊസൈറ്റിക്ക് പറ്റുന്ന വിധത്തിൽ പഠിക്കേണ്ടതാണ്. ഞാൻ ഈ മുഴുവൻ ടോപ്പിക് പറഞ്ഞിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അടുത്തത് ശൗര്യം, തേജോ, ധൃതിർ, ദാക്ഷ്യം, യുദ്ധേ ചാപ്യപലായനം, ദാനമീശ്വരഭാവശ്ച, ക്ഷാത്രം കർമ്മ സ്വഭാവജം. ഈ തരം ഒരു മൈൻഡ് സെറ്റുള്ള, ചിന്താഗതികളുള്ള ആളുകളാണ് ക്ഷത്രിയ സംസ്കാരം.